നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഒരു ഏത്തക്കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇത് നമ്മൾ കുക്കറിലാണ് ഇന്ന് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള, 3 പച്ചമുളക്, 2 കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഈ ഏത്തക്കായ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. കായ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കായ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ എന്നിട്ട് ഇപ്പോൾ വെള്ളം പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചു. നമുക്കിനി കുക്കറിൽ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുക്കർ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ സവോള ഇടാം. ഉപ്പിടുകയാണ്. കറിവേപ്പില ഇടുക. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഈ സവോള ഒന്ന് വാടുന്നത് വരെ സവോളയുടെ ആ പച്ചമണം ജസ്റ്റ് ഒന്ന് പോയാൽ മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ഇടാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ. കുറച്ച് മുളക് പൊടി മതി. ആ മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറട്ടെ. മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ കഴുകി വാരി അരിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓട്ടപാത്രത്തിൽ വെച്ചിരിക്കുന്നത്, ഈ കായ ഇടാം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്രഷർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെയിറ്റ് ഇടാം. ഇനി ഇത് ഈ ഹൈ ഫ്ലെയിമിലിരുന്ന് ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. നമുക്ക് നോക്കാം നമ്മുടെ മെഴുക്കുവരട്ടി എന്തായെന്ന്. കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെന്ത് പോയിട്ടില്ല. നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് സ്റ്റൗ ഓൺ ചെയ്യാം. ഇത്രയും മതിയാവും. സ്റ്റൗ ഓഫ് ചെയ്യണം. നമുക്കിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കായ മെഴുക്കുവരട്ടി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവസാനത്തെ ആ 2 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ഇച്ചിരൂടെ എല്ലാം കൂടെ ആ എണ്ണമയം എല്ലാം കൂടെ കൂട്ടിയിട്ട് ശരിക്കും ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. കായ മാത്രമല്ല, ചേനയും ഉരുളക്കിഴങ്ങും ഒക്കെ നമുക്കിതുപോലെ കുക്കറിൽ മെഴുക്കുവരട്ടി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ
ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്